നമസ്കാരം. ടാൻഡം PSCയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് മുതൽ ഒരു വെക്കാബുലറി സീരീസ് തുടങ്ങുകയാണ്. നമുക്കറിയാം, ഏത് പരീക്ഷയ്ക്കും, അത് LD ക്ലർക്ക് ആയിക്കോട്ടെ, സെക്രട്ടറി അസിസ്റ്റൻ്റ് ആവട്ടെ, LGS ആവട്ടെ, ഏത് പരീക്ഷയ്ക്കും മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിൽ നിന്നും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ വെക്കാബുലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എത്ര പഠിച്ചാലും നമ്മുടെ തലയിൽ നിൽക്കാത്ത, എപ്പോഴും തെറ്റിക്കുന്ന, സ്ഥിരമായിട്ട് തെറ്റിക്കുന്ന ഒരു ഹീറാമുട്ടി എന്ന് തന്നെ പറയാവുന്ന ഒരു സിലബസ് ഭാഗമാണ് ഈ വെക്കാബുലറി എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ വളരെ സിമ്പിളായിട്ട് അത് ഇനിയൊരു പരീക്ഷയ്ക്കും നമ്മൾ തെറ്റിക്കാത്ത വിധം നമ്മളത് ഉറച്ച് പഠിക്കാൻ പോവുകയാണ്. അതായത് ഒരു ദിവസം ഇരുന്ന് ഒരുപാട് പഠിച്ചതുകൊണ്ട് നമുക്ക് ഇത് ഒരിക്കലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഡെയിലി ഒരു 4-5 വീതം വെച്ചിട്ട് പഠിച്ചിട്ട് റിവൈസ് ചെയ്ത്, കൃത്യമായിട്ട് റിവൈസ് ചെയ്ത് പോയിട്ട് നമ്മൾ ഒരു എക്സാം ആകുമ്പോഴേക്കും ഫുള്ളായിട്ട് നമുക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള ഫുള്ള് വെക്കാബുലറികളും പഠിച്ചു തീർക്കുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്ലാസ്സിൽ മിസ്സാവാതെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ടാൻഡം PSC എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാൻഡം PSC എന്ന ടെലഗ്രാം ചാനലിൽ കൂടി നിങ്ങൾ അംഗമാവുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് നമുക്ക് ആദ്യമായിട്ടൊരു പര്യായ പദം പഠിക്കാം. പര്യായ പദം പഠിക്കുമ്പോൾ ഒരു കഥയിലൂടെ പഠിക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് മറക്കാതെ, ഏത് കാലം മറക്കാതെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കഥയിലൂടെ പഠിക്കാം. ഞാൻ ആദ്യം ഒരു കഥ പറയാം. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, വിപിൻ എന്നാണ് സുഹൃത്തിൻ്റെ പേര്. ഏതെങ്കിലും വിപിന് ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, നിങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്, വേറെ വിപിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ വിപിനും ഞാൻ നല്ല സുഹൃത്തുക്കളായിരുന്നു. അങ്ങനെ ഞാൻ അവനൊരു വലിയൊരു സംഖ്യ കടം കൊടുത്തു. കഥ ശരിക്കും ശ്രദ്ധിക്കണം. ഞാനൊരു വലിയ സംഖ്യ കടം കൊടുത്തു. അപ്പോൾ അതുവരെ സുഹൃത്തായിരുന്നു വിപിൻ. അതോടുകൂടി പിന്നെ എന്തായി, ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കാതായി, എന്നെ കാണുന്നിടത്തൊക്കെ മുങ്ങൽ തുടങ്ങി. അങ്ങനെ ഞാനിങ്ങനെ ഒരു ദിവസം ഒരു വഴിക്ക് പോകുന്ന സമയത്താണ് അവന് എൻ്റെ മുമ്പിൽ അപ്രതീക്ഷിതമായിട്ട് പെട്ടു. പക്ഷെ എന്നെ കണ്ട ഉടനെ അവനൊരു ഓടിയിട്ടൊരു കാടിൽ കയറി ഒളിച്ചു. പക്ഷെ ഞാൻ വിടുമോ, എനിക്ക് ക്യാഷ് തരാണ്ട് അവൻ. അപ്പോൾ ഞാൻ പിന്നാലെ ഓടി കാടിൻ്റെ ഉള്ളിൽ കയറി അവനെ പിടിച്ചു. അപ്പോൾ നോക്കുമ്പോൾ അതിന് തൊട്ടടുത്തൊരു കാന്താരി മരമുണ്ട്, കാന്താരി മുളകിൻ്റെ ഒരു മരമുണ്ട്. ഞാൻ അതിൽ നിന്ന് കുറച്ച് കാന്താരി മുളക് പറിച്ചിട്ട് നന്നായി അരച്ചിട്ട് ഇവൻ്റെ മേലാകെ തടവി. എനിക്ക് ദേഷ്യം പിടിച്ചിട്ട് മേലാകെ തടവി. പോരാത്തതിന് തൊട്ടടുത്ത് 2 അരണ ഉണ്ടായിരുന്നു. ആ അരണയെ കൊണ്ട് ഇവനെ ഞാൻ അങ്ങോട്ട് കടുപ്പിക്കുകയും ചെയ്തു. എന്താണ് കാരണം? അവനിക്ക് കടം തരാനുണ്ട്, അതുകൊണ്ടാണ്. കാടിൻ്റെ പര്യായമാണ് നമ്മളിപ്പോൾ പഠിച്ചത് ഈ കഥയിലൂടെ. ഒന്ന് നമുക്ക് റിവൈസ് ചെയ്ത് നോക്കാം. കാടിൻ്റെ പര്യായമാണ് പഠിക്കുന്നത്. കാരണം ഞാൻ വിപിനെ എവിടുന്നാണ് കാണുന്നത്? കാട്ടിൽ വെച്ചിട്ടാണ് കാണുന്നത് അല്ലേ. അപ്പോൾ ആരെയാണ് കാണുന്നത്? കാട്ടിൽ വെച്ചിട്ട് വിപിനെയാണ് കാണുന്നത്. അപ്പോൾ കാടിൻ്റെ ഒന്നാമത്തെ പര്യായ പദം വിപിനം എന്നതാണ്. ഒന്നാമത്തത് വിപിനം. എന്താണ് ഞാൻ അവനുള്ള പ്രശ്നം? അവൻ എന്നോട് കടം വാങ്ങി എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ കടം എന്നത് കാടിൻ്റെ മറ്റൊരു പര്യായപദമാണ്. അപ്പോൾ വിഭിന്നമായി കടമായി. അപ്പം ഞാൻ എന്താ ചെയ്തത്? അവനെ ഒരു കാന്താരി മുളക് എടുത്തിട്ട് അത് ശരീരത്തിൽ ആകെ തടവുക ചെയ്തത് അല്ലേ. കാന്താരം എന്നത് കാടിൻ്റെ ഒരു പര്യായപദമാണ്. പിന്നെ ശരീരമാകെ തടവുകയാണ് ചെയ്തത്. അടവി എന്നത് കാടിൻ്റെ മറ്റൊരു പര്യായപദമാണ്. പിന്നെ എന്താ ചെയ്തത്? 2 അരണയെ കൊണ്ടാണ് ഘടിപ്പിച്ചത് അല്ലേ. അതായത് 2 അരണ. അരണ്യമുണ്ട്, ആരണ്യമുണ്ട്. അരണ്യമുണ്ട്, ആരണ്യമുണ്ട്. ഏതൊക്കെയാണ് 2 അരണ? അരണ്യമുണ്ട്, ആരണ്യമുണ്ട്. പിന്നെ എന്താണ് ഞാനിവനെ ഇതാക്കാനുള്ള കാരണം? കടം വാങ്ങിയതാണല്ലോ. അപ്പോൾ കാനനവും കാടിൻ്റെ പര്യായപദമാണ്. ഇത് ഓർത്ത് വെക്കാൻ പറ്റുന്നുണ്ടോ? ഈ കഥ സിമ്പിളായിട്ടുള്ളൊരു കഥയാണ്. നിങ്ങൾക്കൊക്കെ ഒരു വിപിൻ എന്ന സുഹൃത്തുണ്ടാവും. അത് നിങ്ങളുടെ കടം വാങ്ങി തന്നില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് കഥ ഉണ്ടാക്കി വെച്ചാൽ ഓക്കെ. അപ്പോൾ ഈ കാടിൻ്റെ പര്യായം നിങ്ങൾ മറക്കാൻ പാടില്ല. ഇനി അടുത്തത് നമ്മൾ കുറച്ച് ശൈലികൾ നോക്കാം. പര്യായം നിന്ന് മതി. ഇനി ശൈലികൾ നോക്കാം. ഒരു ശൈലിയാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ശൈലിയാണ് കോയിത്തമ്പുരാൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ കോയിത്തമ്പുരാൻ എന്ന വാക്ക്? എന്താ കോയിത്തമ്പുരാൻ എന്ന ശൈലിയുടെ അർത്ഥം? നമ്മൾ കോയി എന്ന് പറയുന്ന ആരെയാണ്? സ്ത്രീകളെ പെണ്ണുങ്ങളെ പിന്നാലെ തന്നെ നടക്കുന്ന ഒരാളെ നമ്മൾ കോയി എന്ന് പറയില്ലേ. അങ്ങനെ ശൈലി നമ്മൾ പ്രയോഗമല്ലേ. ഓക്കെ. ഇവിടെ കോയിത്തമ്പുരാൻ എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ വരുതിക്ക് നിൽക്കുന്ന ഭർത്താവ് എന്നാണ് അർത്ഥം. ഒരു പെൺകോന്തൻ എന്നൊക്കെ നമ്മൾ പറയില്ല. ഭാര്യ പറയുന്നത് മാത്രം കേട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരാളെയാണ് കോയിത്തമ്പുരാൻ എന്ന ശൈലി കൊണ്ട് ഉപയോഗിക്കുക. ഇനി മറക്കൂലല്ലോ, കോയിത്തമ്പുരാൻ മറക്കൂലല്ലോ. മറ്റൊരു ശൈലിയാണ് ചിറ്റമ്മ നയം. എന്താണ് ചിറ്റമ്മ നയം? ചിറ്റമ്മ നയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷപാതപരമായി പെരുമാറുന്നതിനെയാണ് ചിറ്റമ്മ നയം എന്ന് പറയുന്നത്. നമുക്കറിയാം, ചിറ്റമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരിക്കുള്ള അമ്മയല്ല, ഒരു പോറ്റമ്മയാണ് അല്ലേ. ഈ പോറ്റമ്മക്ക് ഒരു കുട്ടി ഉണ്ടാവും, നമുക്ക് പിന്നെ നമ്മളുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും പോറ്റമ്മയുടെ കുട്ടിയോട് പെരുമാറും പോലെ ആവില്ല നമ്മളോട് പെരുമാറാം. അവിടെ ഒരു പക്ഷപാതപരമായൊരു പെരുമാറ്റം ഉണ്ടാവും. സ്വാഭാവികമല്ലേ. അതാണ്. അപ്പോൾ ചിറ്റമ്മ നയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷപാതപരമായി പെരുമാറുന്നതിനെയാണ് ചിറ്റമ്മ നയം എന്ന് പറയാം. മറ്റൊരു ശൈലിയാണ് രാമേശ്വരത്തെ ശൗര്യം പോലെ. എന്താണ് രാമേശ്വരത്തെ ശൗര്യം പോലെ എന്ന ശൈലിയുടെ അർത്ഥം? അതായത് ഒരിക്കലും പൂർത്തിയാവാത്ത ജോലിയെക്കുറിച്ചാണ് പറയുക രാമേശ്വരത്തെ ശൗര്യം പോലെ. നമുക്കറിയാം, രാമേശ്വരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്. നമ്മുടെ കലാം സാറിൻ്റെ നാടൊക്കെയാണ് രാമേശ്വരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ശൗര്യം ചെയ്യാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ തീർത്ഥാടകർ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യേണ്ടി രാത്രി അവസാനം നിർത്തി പോകേണ്ടി വരില്ല, തീരൂല. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അതായത് ഒരിക്കലും ഇവിടെ ശൗര്യം ചെയ്താൽ തീരൂല. അപ്പോൾ രാമേശ്വരത്തെ ശൗര്യം പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ? ഒരിക്കലും തീരാത്ത പ്രവൃത്തിയാണ് രാമേശ്വരത്തെ ശൗര്യം പോലെ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു ശൈലിയാണ് ആടാചാക്യാർ. ആടാചാക്യാർ എന്ന ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ചെയ്യുന്ന ജോലിയിൽ, അതായത് സ്വന്തം ജോലിയിൽ പിന്നെ സാമർത്ഥ്യമില്ലാത്ത ആളെയാണ്. സ്വന്തം ജോലിയിൽ സാമർത്ഥ്യമില്ലാത്ത ആളെയാണ് ആടാചാക്യാർ എന്ന് പറയുക. നമുക്കൊരു ചാക്യാർ കൂത്ത് തന്നെ നന്നായി ആടി കളിക്കേണ്ട ഒരാളാണ്. ആ പണിക്ക് ആടാത്ത ഒരാൾ പോയി എങ്ങനെ ഉണ്ടാവും?
ഫേസ് ടു ഫേസ് എന്ന സിനിമയിലൊരു ഡയലോഗുണ്ട്, മമ്മൂട്ടിയോട് കുട്ടികൾ പറയുന്നുണ്ടല്ലോ, അവൻ്റെ ജോലി ഗാർഡനിങ് ആണെങ്കിലും ഗാർഡനിങ് അല്ലാത്തെല്ലാം അവനെ അറിയാമെന്ന് പറയുന്നുണ്ടല്ലോ. അതായത് തൻ്റെ ജോലി എന്താണോ അതിൽ സാമർത്ഥ്യം ഇല്ലാത്ത ഒരാളെയാണ് ആട ചാക്യാർ എന്ന് പറയാം. ക്ലിയർ ആയോ? ആട ചാക്യാർ. അപ്പോൾ നമ്മൾ ഇന്ന് ശൈലികൾ അത്രയും മതി. ഏതൊക്കെ ശൈലിയാണ് പറഞ്ഞത്? ഒന്ന് കോയിത്തമ്പുരാൻ അഥവാ ഭാര്യയുടെ പരിധിക്ക് നിൽക്കുന്ന ഭർത്താവിനെയാണ് കോയിത്തമ്പുരാൻ എന്ന് പറയാം. ചിറ്റമ്മ നയം എന്ന് പറഞ്ഞാൽ പക്ഷപാതപരമായി പെരുമാറുന്ന. പിന്നെ രാമേശ്വരത്തെ ശൗര്യം പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും തീരാത്ത പ്രവൃത്തിക്കാണ് രാമേശ്വരത്തെ ശൗര്യം പോലെ എന്ന് പറയാം അല്ലേ. പിന്നെ ആട ചാക്യാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ജോലിയിൽ സാമർത്ഥ്യമില്ലാത്ത. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ റിവൈസ് ചെയ്ത് 2 ദിവസം 3 ദിവസം റിവൈസ് ചെയ്ത് പഠിക്കുക. പിന്നെ ഒരിക്കലും നിങ്ങൾ മറക്കില്ല. ഞാൻ പറഞ്ഞ കോഡുകളും പിന്നെ അതേപോലെ ഈ കഥയുമൊക്കെ നിങ്ങൾക്ക് നല്ലതാണ് തോന്നുകയാണെങ്കിൽ മാത്രം എടുക്കുക. അതല്ല അതിലും നല്ല കോഡും കഥകളും ഒക്കെ നിങ്ങൾ കയ്യിലുണ്ടാവും ചിലപ്പോൾ. അങ്ങനെയാണെങ്കിൽ അത് ഉപയോഗിക്കാം, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടിപൊളി ക്ലാസ്സുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.